ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മുട്ടപ്പത്തിരീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല, പക്ഷേ ഇതിൻ്റെ പേര് മുട്ടപ്പത്തിരി എന്നാണ് കേട്ടോ. ഇതൊരു പൊന്നാനി സ്പെഷ്യൽ റെസിപ്പിയാണ്. അതായത് ചിക്കൻ കറി, ബീഫ് കറീൻ്റെ ഒക്കെ കൂടെ അടിപൊളിയാണ്. അതുമാത്രമല്ല, നമുക്ക് കട്ടൻ ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 കപ്പ് പച്ചരി വേണം. ഞാനിപ്പോൾ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ നമ്മുടെ ഉഴുന്നുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകി അതൊന്ന് നമുക്ക് വെള്ളമൊഴിച്ച് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഒരു 3 മണിക്കൂർ മിനിമം വെക്കണം കേട്ടോ. കഴിയുന്നത് ഒരു 5 മണിക്കൂർ വെക്കുക. എന്നിട്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പപ്പടമാണ്. ഒരു കപ്പ് അരിക്ക് 5 പപ്പടം എന്നുള്ള ലെവലിൽ 2 കപ്പ് അരിക്ക് 10 പപ്പടം അങ്ങനെ എടുത്തിട്ട് നമ്മളിതിനെ ഒന്ന് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് വെള്ളമൊഴിച്ച് ഇതും അതിൻ്റെ കൂടെ കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് രാവിലത്തേക്കാണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് വെള്ളത്തിലിട്ട് വെക്കുക. അതല്ല വൈകിട്ടേക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് അടച്ചിട്ട് നമുക്ക് രാവിലെ ഇതെടുത്തൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ രാവിലെ ആയപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ അരച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ മിക്സീൻ്റെ ജാറിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 സ്റ്റെപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഒന്നിച്ച് അരച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് 2 സ്റ്റെപ്പായിട്ട് അരച്ചെടുക്കേണ്ടത്. ആദ്യം കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വെള്ളമൊഴിച്ച് അത് നന്നായിട്ട് അരച്ചെടുക്കണം. തരിയൊന്നും ഇല്ലാണ്ട് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കുക. ഈ അരീൻ്റെ മുകളിലായിട്ട് ഇതുപോലെ മാത്രമേ വെള്ളം ഉണ്ടാവാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് ആക്കിയിട്ട് തരി ഉണ്ടാവാണ്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പപ്പടം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച പപ്പടം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള അരി ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഇതിനെയും അതേപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ മുട്ടപ്പത്തിരി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. നല്ല എളുപ്പമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണിത്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഉപ്പ് ഇതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരയ്ക്കാം. പക്ഷെ കറക്റ്റായിട്ട് ആ ഉപ്പിൻ്റെ ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് ചേർക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഈ ഒരു പരുവത്തിനാണ് നമ്മുടെ മാവ് ഉണ്ടാവേണ്ടത്. അതായത് നല്ല ലൂസും ആവരുത്, നല്ല കട്ടിയാവരുത്. നല്ല ലൂസായാൽ അത് ഭയങ്കര പപ്പടം പോലെ ക്രിസ്പി ആയിട്ട് പോവും. നല്ല കട്ടിയായിട്ടുണ്ടെങ്കിൽ ഉള്ളൊന്നും നമുക്ക് വെന്ത് കിട്ടൂല കേട്ടോ. അപ്പോൾ രണ്ടിനും ഇടയ്ക്കുള്ള ഈ ഒരു പരുവത്തിലാണ് മാവ് ഉണ്ടാവേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ പൊരിച്ചെടുക്കാൻ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാവണം, എണ്ണ നല്ല ചൂടും ഉണ്ടായിരിക്കണം കേട്ടോ. എന്നിട്ട് ഈ ചട്ടിയിൽ നിന്ന് ഇത് താനേ വിട്ട് മുകളിലേക്ക് പൊങ്ങി വരും. ആ സമയം വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് താനേ പൊങ്ങി വരണം, അതുവരെ ഹൈ ഫ്ലെയിം നിർബന്ധമാണ്. നല്ല എണ്ണ ചൂടും ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല കുഴിയുള്ള ഒരു ചട്ടിയിൽ വെച്ചിട്ട് വേണം നിങ്ങളിത് പൊരിച്ചെടുക്കാനായിട്ട്, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് പൊങ്ങി വന്ന ശേഷം ഇതിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലെയിമിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാ മുട്ടപ്പത്തിരിയും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഇതിന് നമുക്ക് ചിക്കൻ കറിയോ ബീഫ് കറീൻ്റെയോ അല്ലെങ്കിൽ കട്ടൻ ചായയുടെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്